നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഫിഷ് മോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 കഷ്ണം മീനാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി തേച്ച് പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് ഓരോ കഷ്ണം മീനും വറുത്തെടുക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി 2 സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 5-6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറുജീരകവും ചതച്ചതാണ്. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റാം. ഇനി പൊടികൾ ചേർക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ക്യാൻ മിൽക്കാണ്. നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 കപ്പ് തേങ്ങാപ്പാൽ. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫിഷ് പീസസ് ചേർക്കാം. പിന്നെ ഇവിടെ തക്കാളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വീണ്ടും കുക്ക് ചെയ്യാം. നോക്കൂ, നല്ല അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. Thanks for watching.